മല്ലി പൊടിക്കുമ്പോൾ ഇതും കൂടി ചേർത്തിട്ടൊന്ന് പൊടിച്ച് നോക്കൂ. മല്ലി നമ്മൾ ആദ്യം തന്നെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് മല്ലി ഇട്ട് കൊടുക്കാം. മല്ലി ഇട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂണ് വലിയ ജീരകം ഇട്ട് കൊടുക്കാം, പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്ത മല്ലി നമ്മുടെ അരിപ്പയിലിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. എന്നിട്ട് ഒട്ടും നനവില്ലാതെ ബോട്ടിലേക്ക് ഇത് മാറ്റി കൊടുക്കുക. ഇതുകൊണ്ട് നമുക്ക് ബീഫ് കറി, ചിക്കൻ കറി, മുട്ടക്കറി ഇതൊക്കെ വെക്കുമ്പോൾ നല്ല കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള കറികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.